ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഒസാസുനയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കിലിയൻ എംബപ്പെ നേടിയ പെനാൽറ്റി ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് റയൽ മാഡ്രിഡ് തന്നെയാണ്. പക്ഷേ വേണ്ടത്ര അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ ഗോളുകൾ നേടാനോ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. ഏതായാലും ഈ വിജയത്തിൽ പ്രധാനമായും രണ്ട് താരങ്ങളെയാണ് പ്രശംസിക്കേണ്ടത്. മുന്നേറ്റ നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് കിലിയൻ എംബപ്പയാണ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഗോൾ അദ്ദേഹം നേടി, 6 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, 2 കീ പാസുകൾ, 10 ഡുവൽസുകൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 89% പാസിംഗ് അക്യുറസി വരുന്നത്. 8 ഡ്രിബിളുകൾ അദ്ദേഹം ഈ മത്സരത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഒരു റെക്കോർഡ് തന്നെയാണ്. ഒരു ഫൗൾ വോൺ ചെയ്തു, ഒരു പെനാൽറ്റി വോൺ ചെയ്തു, 69 ടച്ചുകൾ. അതായത് മുന്നേറ്റ നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് പുതിയ 10ാം നമ്പറുകാരനായ കിലിയൻ എംബപ്പെ തന്നെയാണ്. ഇനി പ്രതിരോധത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് മറ്റാരുമല്ല, പുതിയ താരമായ ഡീൻ ഹുയ്സൺ ആണ്. റയലിന്റെ ഈ സമ്മറിലെ ഏറ്റവും മികച്ച സൈനിങ് അത് ഡീൻ ഹുയ്സൺ ആണ് എന്ന് പറയേണ്ടി വരും. അത്രയേറെ മികച്ച പ്രകടനമാണ് ക്ലബിൽ എത്തിയതിനു ശേഷം ഈ ഒരു സ്പാനിഷ് സെന്റർ ബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 114 ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 17 ലോങ് ബോളുകളിൽ 16 എണ്ണവും കൃത്യമായിരുന്നു. 7 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 7 ഡുവൽസ് വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 94% പാസിംഗ് അക്യുറസി വരുന്നത്. ഗംഭീര പ്രകടനമാണ് ഡീൻ ഹുയ്സൺ നടത്തിയിട്ടുള്ളത്. ഈ രണ്ട് താരങ്ങളാണ് റയലിന്റെ വിജയശില്പികൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. റയൽ ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട്. സാബി അലോൺസോ മത്സരശേഷം അത് തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.